Okay. So write down the question. Consider a zero memory source. Consider a zero memory source with S equal to S1, S2, S3, S4, S5, S6 and S7. Okay. With probabilities P equal to 0.4, 0.2, 0.1, 0.1, 0.1, 0.05, 0.05. Okay, 7 ആയില്ലേ? Then construct a binary Huffman code. Construct a binary Huffman code. Teacher, and ask the probability. And 0.05 the bracket 0.05. ലാസ്റ്റത്തെ രണ്ടും 0.05. Construct a binary Huffman code and determine the efficiency and redundancy. Okay. ഒരു കാര്യം കൂടെ ഓർക്കുക, പ്രൊസീജിയർ ഓർക്കുക. നമ്മൾ ചെയ്യുന്ന എന്താണ്? ഫസ്റ്റ് യു ഹാവ് ടു അറേഞ്ച് ദ source symbols in the decreasing order of probability. Then combine last R symbols. Here we are going for binary coding. So our code alphabet comes 0 and 1. Okay. So combine last two symbols. Binary ആയതുകൊണ്ടാണ് നമ്മൾ ആ ആൽഫന്റെ സ്റ്റെപ്പ് any symbols ആഡ് ചെയ്യണം എന്നുള്ള കാര്യം ബൈനറി ആയതുകൊണ്ട് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. Okay. Then combine last two symbols to form a composite signal whose probability equal to sum of this probability of these two symbols. Okay. അപ്പൊ അങ്ങനെ നിങ്ങൾ ആഡ് ചെയ്തു, ന്യൂ സിംബൽ ഫോം ചെയ്തു. Then നെക്സ്റ്റ് നമ്മുടെ സോഴ്സ് റെഡ്യൂസ് ചെയ്തു. Then the reduced source symbols are arranged in decreasing order of probability. അവിടെ രണ്ട് കേസ് വരാന്നുള്ള കാര്യം ഓർത്തിരിക്കണം. കോമ്പോസിറ്റ് സിഗ്നല് ഹൈ പ്രോബിലിറ്റി കൊടുക്കാം, അല്ലെങ്കിൽ കോമ്പോസിറ്റ് സിഗ്നലിന് ലോ പ്രോബിലിറ്റി കൊടുക്കാം. അതായത് നമ്മുടെ സിംഗിൾ സിംബലിനുള്ള പ്രോബിലിറ്റിയും കോമ്പോസിറ്റ് സിഗ്നലിന്റെ പ്രോബിലിറ്റിയും ഈക്വൽ ആയിട്ട് വരുവാണെങ്കിൽ ആ ഓർഡറിൽ നമുക്ക് ഒന്നുകിൽ സിംഗിൾ ആയിട്ടുള്ളതിന്റെ ഏറ്റവും മേല കമ്പൈൻഡ് വെക്കാം, അല്ലെങ്കിൽ എല്ലാ സിംഗിളും കഴിഞ്ഞിട്ട് ലാസ്റ്റ് വെക്കാം. ഓക്കെ. ഇപ്പൊ രണ്ട് ഓപ്ഷൻ ഉണ്ട് നോക്കുക. ഡിസൈറബിൾ കോമ്പോസിറ്റ് സിഗ്നൽ ഗിവിംഗ് ഹയസ്റ്റ് പ്രയോറിറ്റി. ഓക്കെ. ഇനി രണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ തന്നെ പറയാം. അതായത് കോമ്പോസിറ്റ് സിഗ്നലിന് ലോ പ്രയോറിറ്റി കൊടുക്കണം അല്ലെങ്കിൽ ഹയസ്റ്റ് പ്രയോറിറ്റി കൊടുക്കണം എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് തന്നെ ഫോളോ ചെയ്യാം. ഓക്കെ. പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല എങ്കിൽ എന്ത് ചെയ്യാം? സിഗ്നലിന് ഹയസ്റ്റ് പ്രോബിലിറ്റി കൊടുക്കുക. ഓക്കെ. സോ സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് സോ ഗിവൺ പ്രോബിലിറ്റി ഡിക്രീസ് ഓർഡറിലുള്ളത് അല്ലെ. സോ നമുക്ക് സോഴ്സ് സിംബൽസ് എങ്ങനെ എഴുതാം? ആ സെയിം ഓർഡറിൽ യു ക്യാൻ റൈറ്റ് S1, S2, S3, S4, S5, S6 and S7. ഓക്കെ. പ്രോബിലിറ്റി ഡിക്രീസിങ് ഓർഡറിലുള്ളത്. സോ നമ്മൾ ഓർഡർ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻ കേസ് അത് ഓർഡറിലല്ല എങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? നിങ്ങൾ ആ ഒരു കറക്റ്റ് ഡിക്രീസിങ് പ്രോബിലിറ്റിന്റെ ഓർഡറിൽ അത് മാറ്റി എഴുതണം. ഓക്കെ. സോ ലിസ്റ്റ് ഔട്ട് ദ സിംബൽസ് ആൻഡ് പ്രോബിലിറ്റി. So
This is 0.4, 0.2, 0.1, 0.1, 0.1, then 0.05, 0.05. Okay. So now next step is combine the last R symbols. Here we are converting into binary code. Okay, so our binary is our code alphabet. So it consists of two symbols 0 and 1. Okay, so we are going to combine the last two symbols. Okay, then what is the combined probability? 0.05 plus 0.05, that is 0.1. Right? So this probability is 0.1. So ഇവിടെയാണ് നേരത്തെ പറഞ്ഞ രണ്ട് പോസിബിലിറ്റി ആലോചിക്കേണ്ടത്. This 0.1 can be give less probability. നിങ്ങൾ ലെസ് പ്രയോറിറ്റി കൊടുക്കുന്നതെങ്കിൽ S3, S4, S5 കഴിഞ്ഞിട്ട് പ്ലേസ് ചെയ്യാം. Okay, but composite signal, if your composite signal giving highest priority, then this should be placed after S2. Okay, അപ്പോൾ ആ ഒരു പോയിന്റ് ഓർക്കുക. ഒന്നും ക്വസ്റ്റ്യനിൽ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഇതിന് ഹയസ്റ്റ് പ്രോബിലിറ്റി തന്നെ കൊടുക്കുക. Okay, so now in the next step I am writing composite signal പേര് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ, വേണമെങ്കിൽ കൊടുത്തോ, നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ കൊടുത്തോ. Otherwise I can write like this. There is this 0.4 I am writing here itself, and this 0.2 here itself, then this 0.1, this one I am writing here. That is, this combined signal has given highest priority. Okay, then this S3 is shifted to here, and this S4, sorry, 0.1 then edikota. Then this 0.1, this 0.1. Okay, now this is our reduced symbol set. Okay, now again process is repeated. അതായത് നമ്മുടെ ഫൈനലി നമ്മുടെ കോഡ് ആൽഫബറ്റിൽ 2 സിമ്പിൾസ് ആണുള്ളത്. സോ 2 സോഴ്സ് ആൽഫബറ്റ്സ് വരുന്നവരെ അല്ലെങ്കിൽ 2 സിമ്പിൾസ് വരുന്നത് വരെ എന്ത് ചെയ്യണം? You have to continue this process. Okay, so you add together these two, that is 0.1 plus 0.1. So resultant probability is 0.2. So while you are arranging in decreasing order of probability, this should come after S1. Okay, because S1 in the case 0.4 ആണ്, S2 0.2, then 0.1. Okay, so since we are giving highest priority to combined signal or composite signal, you have to place it after S1. Okay, so here first 0.4 itself, then this 0.2. Okay, this will come here 0.2, then this 0.2 shifted to this point here, then 0.1, again 0.1. Okay, so ഓരോ സ്റ്റെപ്പിലും നമ്പർ ഓഫ് സിമ്പിൾസ് ഓരോന്ന് വെച്ചിട്ട് റെഡ്യൂസ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, again you can combine the last two symbols. So it is 0.2. So I am giving highest priority. So here സ്റ്റെപ്പിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണേ ആർക്കെങ്കിലും. 0.4 and here this 0.2. Okay, ഈ 0.2 ഇവിടെ വരും, then this 0.2 will come here. Okay, നമ്മൾ ഡിക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്ത് പോവാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ. Then finally while you are adding this one, these two, this will be 0.4. Okay, and here our first row it is 0.4. Okay, ഇതിനാണ് നമ്മൾ ഹയസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത്. സോ ദിസ് കോമ്പോസിറ്റ് സിഗ്നൽ ഷുഡ് കം ഫസ്റ്റ്. അങ്ങനെ അല്ലാത്ത കേസിൽ കോഡ് കംപ്ലീറ്റ് മാറും കേട്ടോ. നിങ്ങൾക്ക് ഞാനൊരു എക്സാമ്പിൾ അത് ഹോംവർക്ക് തരാം, രണ്ട് കേസിലും ചെയ്ത് നോക്കിയാൽ. സോ ദിസ് ഈസ് 0.4 and this 0.4 is shifted here and this 0.2 here. Okay, again you can combine these two symbols. This will be 0.6. I am writing 0.6 here and this 0.4 here. Okay, now the number of symbols become equal to 2. Okay, so our code alphabet consists of two symbols 0 and 1.
സോ ഇവിടെ എന്തായി, ഇപ്പൊ ലാസ്റ്റ് നമ്മൾ സോഴ്സ് റെഡ്യൂസ് ചെയ്ത് 2 സിമ്പിളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്രോസസ് സ്റ്റോപ്പ് ചെയ്യാം. ക്ലിയർ? ഇത്രയും ചെയ്യുന്നവരെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണോ എല്ലാവർക്കും? ഇതാണ് ഫസ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത്. ഇനി കോഡ് ഒന്ന് നോക്കിക്കോ. കോഡ് നിങ്ങൾ എഴുതുമ്പോൾ ലാസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതി. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഹിയർ യു ക്യാൻ അസൈൻ 0 and 1. ഓക്കെ, ദാറ്റ് ഈസ് ഹിയർ അറ്റ് ദിസ് പോയിന്റ് യു ക്യാൻ, ഓർ ഐ ക്യാൻ റൈറ്റ് ഹിയർ. ഞാൻ ഇവിടെ എഴുതുന്നില്ല, ഈ പോയിന്റിൽ എഴുതാം. ലാസ്റ്റ് സ്പ്ലിറ്റ് ആയ ഈ പോയിന്റിൽ ഐ ക്യാൻ റൈറ്റ് 0 and 1. Okay, now coming back from the last, you can come back to this point. Here there is again one combined signal is there, right? So here you have to check from where this signal has come. Okay, here the value is actually 1, right? Here the value is actually 1. So this one should be right first. Okay, and this one also. ഈ 2 1ഉം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ഓക്കെ, ഈ 2 1ഉം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഈ 1 എന്ന് പറയുന്ന ബ്രാഞ്ചിൽ നിന്നാണ് ലാസ്റ്റ് ഇത് വന്നേക്കുന്നത് എന്നാണ്. ശ്രദ്ധിക്കണേ, കോഡ് എഴുതുന്നത് ശ്രദ്ധിക്കുക. ഈ ലാസ്റ്റ് 1, അതായത് ഈ ഒരു ബ്രാഞ്ചിനും കൂടെ ഞാൻ കോഡ് ചെയ്യാണ്. സോ ഇവിടെ വരുന്നത്, ഇതൊന്ന് നോക്കിക്കേ നിങ്ങൾ, ഈ ഒരു ബ്രാഞ്ച് വരുന്നത് ഏത് പോയിന്റ് എന്നാ, ലാസ്റ്റ് നമ്മൾ അസൈൻ ചെയ്ത ആ 1ൽ നിന്നാണ് ഇത് വരുന്നത്. ഓക്കെ, അപ്പൊ ആ 1 എന്നാണ് ഇങ്ങോട്ടേക്ക് വന്നേക്കുന്നത്. ആ 1 ഞാൻ ഫസ്റ്റ് എഴുതി. ദെൻ ആ 1 എന്ന് വരുന്ന 2 ബ്രാഞ്ചസ് ആയതുകൊണ്ട് ഇതിന് ടോപ്പ് സൈഡിൽ 0യും ബോട്ടം സൈഡിൽ 1ഉം കൂടി എഴുതുക. ഓക്കെ, ഇത് പല രീതി ചെയ്യാം കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഓരോന്നോരോന്നായിട്ട് നേരെ ബാക്കിലേക്ക് എടുത്ത് നോക്കാം. അത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അതെടുക്കാം. ഓക്കെ, ഇപ്പൊ ഞാൻ ഈ ഒരു മെത്തേഡ് പറയാം. ക്ലിയർ ആണോ ഇത്? അതായത് ലാസ്റ്റ് ഇവിടെ നമ്മൾ കൊടുത്തേക്കുന്ന വാല്യൂസ് 0 and 1 ആണ്. സോ ഈ ഒരു പോയിന്റിൽ ഞാൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ദിസ് വാല്യൂ കറസ്പോണ്ടിങ് ടു ഒരു മിനിറ്റ്, ഓക്കെ, ഒരു കാര്യം കൂടി ഉണ്ട്. ഇവിടെ 0 and 1 ലാസ്റ്റ് തന്നെ എഴുതുക കേട്ടോ. 0 and 1 എഴുതി കഴിഞ്ഞാൽ ഹിയർ ഈ 0ന്റെ ബ്രാഞ്ചസ് ആണ് ഇത് വരുന്നത്, അല്ലെ? സോറി, ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയത്. ഈ 0ന്റെ ബ്രാഞ്ചസിലാണ് ഇത് വരുന്നത്, ഇവിടെ ഒരു സ്പ്ലിറ്റ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് ആക്ച്വലി ആ 0യും നെക്സ്റ്റ് ആ ടോപ്പിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു 0യും, ഇവിടെ ആ 0യും നെക്സ്റ്റ് ഈ ഒരു ബോട്ടം സൈഡിനെ റെപ്രസെന്റ് ചെയ്യുന്ന 1ഉം ഇത് എഴുതിയേക്കണേ. അതായത് എല്ലാ ബ്രാഞ്ചിലും നമ്മൾ ഇതുപോലെ കോഡ് എഴുതുക ചെയ്യുന്നത്. ഫൈനലി ലാസ്റ്റ് കിട്ടിയ 2 നിങ്ങൾ 0യും 1ഉം അസൈൻ ചെയ്യാം. ദെൻ നിങ്ങളൊന്ന് ബാക്ക്വേർഡ്സ് വരിക. ഓക്കെ, ലാസ്റ്റ് എൻഡ് നോട്ടിട്ട് ബാക്കിലോട്ട് വരുന്ന സമയത്ത് ഹിയർ ഈ ഒരു ബ്രാഞ്ച് എവിടെ നിന്നാണ് വരുന്നത്? ഈ 0 എന്നാണ് വരുന്നത്. അതാണ് നമ്മൾ ഈ 2 ബ്രാഞ്ചിലും ഫസ്റ്റ് എഴുതിയേക്കുന്ന 0. ഓക്കെ, ദെൻ ആ ടോപ്പിലുള്ളതും ബോട്ടത്തിലുള്ള 2 കേസ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി എഗെയിൻ ഒരു 0 and 1. ഓക്കെ, ദെൻ ഈ ഒരു ബ്രാഞ്ച് ഇവിടെ വരുന്നത് എങ്ങനെയാണ്? ഇത് ആക്ച്വലി ലാസ്റ്റ് സ്റ്റേജിൽ വരുന്ന എത്രയാ? 1 ആണ്. ഓക്കെ, അപ്പൊ ആ 1 ആണ് ഇത്. ദെൻ 0 and 1. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈ ഒരു കേസ് നോക്കുക. നിങ്ങൾ എല്ലാ ബ്രാഞ്ചിലും കോഡ് എഴുതിയാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് പിന്നെ കോഡ് കണ്ടുപിടിക്കാം. ഓക്കെ, ദെൻ ഈ ഒരു ബ്രാഞ്ചിൽ വരുന്നത്, ഈ ഒരു ബ്രാഞ്ച് എങ്ങനെ വരുന്നത് നോക്കിക്കേ. ആ ഒരു ബ്രാഞ്ച് അതായത് 0.2. ഓക്കെ, ഈ ഒരു 0.2 എന്നാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്, അല്ലെ? അപ്പൊ ഈ 0.2 എന്ന് പറയുന്നത് എവിടുന്നാ വരുന്നത്? ഈ 0 1 എന്ന് പറയുന്ന ഈ ഒരു ബ്രാഞ്ചിൽ നിന്നാണ് ബാക്കിലോട്ടേക്ക് വരുന്നത്, അല്ലെ? സോ ഈ പോയിന്റിലുള്ള ഈ 2 ബ്രാഞ്ചസിനും നമുക്ക് കോഡ് ചെയ്യുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ വി ക്യാൻ യൂസ് ദിസ് 0 1. ഓക്കെ,
ആ 0 1 എവിടെ നിന്നാണ് വന്നതെന്ന് മനസ്സിലായല്ലോ. ഈ ഒരു 0 1 ആണ് ഇങ്ങനെ വരുന്നത്. ഓക്കെ, then for the upper branch you can give 0, for lower branch you can give 1. ഓക്കെ, then next ഈ ഒരു പോയിന്റ് നോക്കുക. നെക്സ്റ്റ് സ്പ്ലിറ്റ് അപ്പ് ആവുന്ന പോയിന്റ് നോക്കുക. അത് എവിടുന്ന വരുന്നത് പറഞ്ഞ്? ഇത് എവിടുന്ന വരുന്നത്? അതിന്റെ സ്റ്റാർട്ടിംഗ് കോഡ് എന്താ വരുക? വൺ സീറോ, റൈറ്റ്. ഓക്കെ, അതായത് ഈ ഒരു പോയിന്റ് നിന്നാണ് വരുന്നത് അല്ലെ. ഇതാണ് നമുക്ക് എഴുതേണ്ടത്. ഇത് ഈ ഒരു പോയിന്റ് നിന്നാണ് വരുന്നത്. ദാറ്റ് ഈസ് 1 0. Here also I can write this is 1 0. So for upper branch I can give 0, for lower branch I can give 1. Okay, then coming to the last, ഇത് ഈ പോയിന്റ് ഒന്ന് നോക്ക്. ഈ പോയിന്റ് എവിടെ നിന്നാണ് വരുന്നത്? This is from 0 1 0, right? 0 1 0. So here I am giving 0 1 0. Okay, നമ്മൾ ഈ ബാക്കിൽ നിന്ന് വന്ന ആ കോഡാണ്. Then for upper branch you can give 0, for lower branch 1. Okay, now you can write the code corresponding to S1, S2, S3, S5, S6, S7. ഇനി ഒന്ന് നോക്കിക്കോ. ഇത് ക്ലിയർ ആണോ ഇപ്പൊ പറഞ്ഞ സ്റ്റെപ്പ്? ഈ കോഡ് എഴുതുന്നത് ക്ലിയർ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി നിങ്ങൾ ഓരോ സിമ്പിളിന്റെയും കോഡ് നോക്കുക. യു ക്യാൻ ഗോ ഫോർ S1. S1 ഒന്ന് ചെക്ക് ചെയ്ത് നിങ്ങൾ S1ന്റെ കോഡ് നോക്കാൻ എന്ത് ചെയ്യാം? S1ന്റെ ഈ പാത്ത് ഒന്ന് നോക്കുക. ഓക്കെ, ഈ പാത്ത് ഒന്ന് നോക്കിക്കേ S1ന്റെ. സോ വാട്ട് വിൽ ബി S1? S1 എവിടെ പോയിട്ട് എൻഡ് ചെയ്യുന്നത്? ഹിയർ. ആ സ്പ്ലിറ്റ് ആവുന്ന പോയിന്റ് വരെ ഒന്ന് പോയി നോക്കിയാൽ മതി. നമ്മളിപ്പോൾ എല്ലാവരുടെയും സ്പ്ലിറ്റ് ആവുന്ന പോയിന്റ്സിനും കോഡ് എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഇനി എന്ത് ചെയ്താൽ മതി? നിങ്ങൾ ലാസ്റ്റ് വരെ പോകണമെന്നില്ല, ആ സ്പ്ലിറ്റ് ആവുന്ന പോയിന്റ് വരെ നോക്കുക. സോ ഹിയർ ഈ പോയിന്റ് വരെ നോക്കുക. ഓക്കെ, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ S1 സ്പ്ലിറ്റ് ആയില്ലേ? ഓർ നമ്മൾ ബാക്കിൽ നിന്ന് വരുമ്പോൾ ഈ ഒരു പോയിന്റ് വരെയാണ് S1 വരുന്നത്. സോ ഈ ഒരു പോയിന്റിലുള്ള ഈ ഒരു കോഡ് ദാറ്റ് ഈസ് 0 0. സോ S1 can be coded as 0 0. Okay, similarly you can go for S2. S2 ഒന്ന് ചെക്ക് ചെയ്യുക. ഹിയർ ആ സ്പ്ലിറ്റ് ആവുന്ന പോയിന്റ് വരെ നോക്കിയാൽ മതി. ഓക്കെ, ഈ പോയിന്റ് വരെ, സോറി സ്പ്ലിറ്റ് ആവുന്നില്ല, കമ്പൈൻ ചെയ്യുന്ന ആ ഒരു പോയിന്റ് വരെ. സോ ഈ പോയിന്റിലുള്ള വാല്യൂ എന്താ? 1 1. സോ S2 can be coded as 1 1. Okay, and finally then S3. S3 here, right? So S3 0 1 1. Okay, then S4 here, S4 1 0 0. Okay, then S5, it is 1 0 1. And S6 ഇവിടെ തന്നെ നോക്കിയാൽ മതി അല്ലേ? സോ S6 0 1 0 0. And for S7 that can be coded as 0 1 0 1. Clear ആണോ? ഓക്കെ, ബാക്കി എല്ലാവർക്കും ക്ലിയർ ആണോ ഇപ്പൊ കോഡ് എഴുതുന്നത്? ഓക്കെ, എന്നാ എഫിഷ്യൻസിയും റിഡൻഡൻസിയും കാൽക്കുലേറ്റ് ചെയ്തോ? അതുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് ഈ പ്രോബ്ലം സ്റ്റോപ്പ് ചെയ്യാം. ദെൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് കോണ്ടാക്ട് ക്ലാസ്സിൽ വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് അഡീഷണൽ പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ,
അങ്ങനെ ആകുമ്പോഴേ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളത് എനിക്ക് നേരിട്ട് മനസ്സിലാവുള്ളൂ. ബാക്കിയുള്ളവർക്ക് ഓക്കെ ആണോ? കുറച്ച് പേരെ റെസ്പോണ്ട് ചെയ്യുന്നുള്ളൂ. So calculate the efficiency and redundancy for this code. വേണമെങ്കിൽ നേരത്തെ നമ്മൾ ചെയ്തതുപോലെ കോഡിനെ ഒന്ന് ടേബിളേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇക്വേഷൻസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് S1, S2, S3, S4, S5, S6, S7. And their probabilities 0.4, 0.2, 0.1, 0.1, 0.1, 0.05, 0.05. And the code 0, 0, 1, 1, 0, 1, 1, 1, 0, 0, 1, 0, 1, 0, 1, 0, 0, 0, 1, 0, 1. Okay. And the length 2. Okay. So ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള തപ്പി പിടിക്കണ്ട, അതായിരിക്കും ബെറ്റർ. ഇക്വേഷൻ അറിയാലോ, എഫിഷ്യൻസി റിഡൻഡൻസി. ഫസ്റ്റ് എച്ച് ഓഫ് എസ് കാൽക്കുലേറ്റ് ചെയ്യുക, ദെൻ എൽ കാൽക്കുലേറ്റ് ചെയ്യുക, ദെൻ എച്ച് ഓഫ് എസ് ബൈ എൽ വിൽ ഗീവ് ദ സോഴ്സ് എഫിഷ്യൻസി and 1 minus efficiency will give the redundancy. This is symbol probability code length. Okay. And h of s is equal to sigma I is equal to 1 to 7 here. Pk log 1 by pk. And L is equal to sigma I is equal to 1 to 7 pk lk. Efficiency is equal to h of s divided by L. And redundancy 1 minus efficiency. പെട്ടെന്ന് ചെയ്തിട്ട് ആൻസർ പറഞ്ഞു. Efficiency 96.8, redundancy 0.03 into 10 ചെയ്യണം. redundancy പെർസെൻറ്റേജിൽ എക്സ്പ്രസ് ചെയ്യണേ. 3.12%. എല്ലാവർക്കും കിട്ടിയോ ആൻസർ? ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ ഞാനിവിടെ എഴുതുന്നുണ്ട്, അതും കൂടെ നോട്ട് ചെയ്തോ.
ബാക്കിയുള്ളവർക്ക് പ്രോബ്ലം കിട്ടിയോ? ആൻസർ സെയിം ആണോ കിട്ടിയ? ഓക്കെ, കംപ്ലീറ്റ് ആവാത്തവർ കംപ്ലീറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് ഒന്ന് നോട്ട് ചെയ്തോ. കൺസിഡർ എ സോഴ്സ് വിത്ത് 8 ആൽഫബറ്റ്സ്. ഈ ആൽഫബറ്റ്സിന്റെ നെയിം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം കേട്ടോ. നിങ്ങൾ വേണമെങ്കിൽ ഡിക്രീസിങ് ഓർഡർ ഓഫ് പ്രോബിലിറ്റിയിൽ എഴുതിയിട്ട് നെയിം ചെയ്താലും മതി, കുഴപ്പമില്ല. നെയിം ജസ്റ്റ് നമ്മുടെ പേര് കൊടുക്കുന്നതേ ഉള്ളൂ, അതിന് വലിയ കാര്യമില്ല. ഓക്കെ, പ്രോബിലിറ്റിന്റെ ഓർഡർ ആണ് ഇമ്പോർട്ടന്റ്. ദെൻ കൺസ്ട്രക്ട് എ ബൈനറി കോമ്പാക്ട് കോഡ് ആൻഡ് ഡിറ്റർമിൻ ദ എഫിഷ്യൻസി. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാ തരിക, എ ബൈനറി കോമ്പാക്ട് കോഡ്. കോമ്പാക്ട് കോഡ് എന്ന് പറഞ്ഞാൽ യു ജസ്റ്റ് റിമെമ്പർ ഇറ്റ് ഈസ് ഹഫ്മാൻ കോഡിങ്. ഓക്കെ, ചിലപ്പോൾ ഹഫ്മാൻ എന്നുള്ള പേരുണ്ടാവില്ല, കോമ്പാക്ട് കോഡ് എന്ന് മാത്രമേ പറയുള്ളൂ. അപ്പൊ ഏത് അൽഗോരിതം യൂസ് ചെയ്യണമെന്ന് മാറിപ്പോകരുത്. ബൈനറി കോമ്പാക്ട് കോഡ് മീൻസ് ഹഫ്മാൻ കോഡ് വിൽ പ്രൊവൈഡ്സ് കോമ്പാക്ട് കോഡ്. ഓക്കെ, ക്വസ്റ്റ്യൻ നോട്ട് ചെയ്തോ? ക്വസ്റ്റ്യൻ നോട്ട് ചെയ്തോ? ഓക്കെ, സോ വി ക്യാൻ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ടോപ്പിക്. ഞാൻ പറഞ്ഞു ഇതിനെ കുറച്ചും കൂടെ എക്സാമ്പിൾ ചെയ്യാനുണ്ട്, നമുക്ക് എന്തായാലും ക്ലാസ്സിൽ നേരിട്ട് ചെയ്യാം. ഓക്കെ, സോ നെക്സ്റ്റ് ഇസ് our second half of second module that deals with the communication channels. Okay, so far we have discussed about source and source coding techniques. Okay, അതായത് നമ്മൾ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ at the transmitter side we are doing this encoding procedure, right? Source coding procedure, we are converting our information into binary sequence. Okay, now coming to the channel. Channel is an important part of communication system, as you know. It connects between transmitter and receiver. Okay, or we can say channels is the medium through which the coded signals from the information source are transmitted to the receiver. Okay, then അപ്പൊ നമുക്ക് ഇനി ഈ സെക്കൻഡ് മോഡ്യൂളിന്റെ സെക്കൻഡ് ഹാഫും തേർഡ് മോഡ്യൂളും കംപ്ലീറ്റ് ചാനലിന്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ചാനൽസ് ഒക്കെയാണ് പഠിക്കാനുള്ളത്. സോ എല്ലാത്തിനും കൂടെ ബ്രീഫ് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഇപ്പൊ പറയാൻ പോകുന്നത്. അത് ഇതിലുകൊണ്ട് കണ്ടിന്യൂസ് ആണ്. ഈ സെക്കൻഡ് ഹാഫും തേർഡും കംപ്ലീറ്റ് ചാനലിന്റെ കാര്യങ്ങളാണ് പറയുന്നത്. Okay, so as an introduction, coming to the block diagram of communication system, that is you have a binary input and channel encoder, then modulator. This constitute the transmitter side. Okay, this all constitute the transmitter side, and you have an electrical communication channel or transmission medium that can be wired channel or wireless channel. Okay, നിങ്ങൾ ഇപ്പോൾ കുറെ വയർഡ് ആയിട്ടുള്ള വയർലെസ് ആയിട്ടുള്ള മീഡിയം ഉണ്ട് എന്നറിയാം. That physical channel is represented here, electrical communication channel or transmission channel. Then there can be noise. Before reaching the receiver, we have to consider noise that are introduced in the channel. And then at the receiver part, first is demodulator, then channel decoder. That is, whatever we have done at the transmitter side, the reverse operation should be done at the receiver side to retrieve the transmitted signal. Okay, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെ ഈ ഒരു ഫോർമാറ്റ് നിങ്ങൾക്ക് ഫെമിലിയർ ആണല്ലോ. ഇവിടെ നമ്മൾ ചാനലിലോട്ടാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നൗ ഇവിടെ നിങ്ങളൊരു 3 ടൈപ്പ് ചാനൽ ഞാൻ നേരെ മാർക്ക് ചെയ്യുന്നത് കാണാൻ പറ്റും. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഈസ് ഡിസ്ക്രീറ്റ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ചാനൽ. ദാറ്റ് ഈസ് ബിറ്റ്വീൻ പോയിന്റ് 1 and 7. ഇൻ ദാറ്റ് ബ്ലോക്ക് ഡയഗ്രാം ബിറ്റ്വീൻ പോയിന്റ് 1 and 7 you can see discrete data communication channel. That means while we are dealing with that particular channel, we can say the input to the channel is binary input. Okay, and output is binary output. So that is why we are calling it as discrete channel. Okay, so the information from our source, that is binary data,
or discrete information is fed to the input of discrete data communication channel, and it will give back that particular binary output at the receiver side. Okay, that is discrete data communication channel. Then next നമ്മൾ പറയുന്നത് ഒരു കോഡിംഗ് ചാനൽ. കോഡിംഗ് ചാനൽ മീൻസ് ബിറ്റ്വീൻ ദിസ് പോയിന്റ് 2 and 6. Okay, that is output of channel encoder. ചാനൽ എൻകോഡർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മുടെ ഇപ്പോൾ സോഴ്സ് എൻകോഡിങ് മാത്രമേ നിങ്ങൾ പഠിച്ചിട്ടുള്ളൂ. ഇനി നമുക്കൊരു സോഴ്സ് എൻകോഡിങ് കൂടാതെ എറർ കറക്ഷൻ കോഡ്സും കൂടെ ഉണ്ട്. ഓക്കെ, നമുക്ക് അത് നെക്സ്റ്റ് 4th മോഡ്യൂൾ ആകുമ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അത് നമുക്ക് അന്നേരം പറയാം. സിംപ്ലി എൻകോഡർ മീൻസ് കംപ്ലീറ്റ് എൻകോഡിംഗ് ടെക്നിക്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതുപോലെ എൻകോഡിംഗ് ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ സിമ്പിൾസിന് കറസ്പോണ്ടിങ് ആയിട്ട് ബൈനറി സീക്വൻസ് അസൈൻ ചെയ്യും. ദെൻ നമുക്കിനി എറർ കറക്ഷന് വേണ്ടിയിട്ടുള്ള പാരിറ്റി ബിറ്റ്സ് ആഡ് ചെയ്യാനുണ്ട്. അത് നമ്മൾ പിന്നെ പഠിക്കും. ഓക്കെ, അപ്പൊ കംപ്ലീറ്റ് പ്രോസസ് ആണ് ഇവിടെ ചാനൽ എൻകോഡർ എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, സോ കംപ്ലീറ്റ് എൻകോഡഡ് സീക്വൻസ്, ദാറ്റ് ഈസ് ബൈനറി എൻകോഡഡ് സീക്വൻസ് ഈസ് ട്രാൻസ്മിറ്റഡ് ത്രൂ ദ ചാനൽ ആൻഡ് റിസീവ്ഡ് അറ്റ് ദ ഇൻപുട്ട് ഓഫ് ചാനൽ ഡീകോഡർ. സോ ദാറ്റ് ഈസ് കോഡിംഗ് ചാനൽ. ദാറ്റ് ഈസ് നമ്മൾ കോഡഡ് സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആ ഒരു പെർട്ടിക്കുലർ മീഡിയത്തിനെയാണ് കോഡിംഗ് ചാനലായിട്ട് കാണിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് ഓൾസോ ഡിസ്ക്രീറ്റ്. എന്തുകൊണ്ട്? ഇൻ ടേംസ് നമുക്ക് ഇൻപുട്ടിൽ കൊടുക്കുന്നത് ബൈനറി സീക്വൻസ് ആണ്, ഔട്ട്പുട്ടിൽ കിട്ടുന്നത് ബൈനറി സീക്വൻസ് ആണ്. ദാറ്റ് ഇസ് വൈ വി ആർ കോളിംഗ് ഇറ്റ് ആസ് ഡിസ്ക്രീറ്റ് കോഡിംഗ് ചാനൽ. ആൻഡ് കമ്മിങ് ടു ദ തേർഡ് പോയിന്റ്, ദാറ്റ് ഈസ് മോഡുലേഷൻ ചാനൽ. ഓക്കെ, അപ്പൊ നിങ്ങൾ നമ്മൾ ഈ ബൈനറി സീക്വൻസ് ആയിട്ട് ഇപ്പൊ പറഞ്ഞ പോലെ ഹഫ്മാൻ കോഡിങ്ങോ ഷാനോൺ ഫാനോ കോഡിങ്ങോ ഒക്കെ വെച്ചിട്ട് സിമ്പിൾസിനെ വി ആർ കൺവേർട്ടിംഗ് ഇൻ ടു ബൈനറി സീക്വൻസ്. ദെൻ ബിഫോർ ട്രാൻസ്മിറ്റിംഗ് in communication, it is necessary to modulate the signal. Okay, so ആ ഒരു ഡിസ്ക്രീറ്റ് സിഗ്നലിനെ നമ്മൾ മോഡുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി മോഡുലേറ്റഡ് സിഗ്നൽ വിൽ ബി ഓൾവേസ് അനലോഗ്. അല്ലെ, നിങ്ങൾ പഠിച്ച മോഡുലേഷൻ സ്കീംസ് ഒന്ന് ആലോചിച്ച് നോക്കുക. അതിലായി കഴിഞ്ഞാലും എന്താണ്, കംപ്ലീറ്റ്ലി അനലോഗ് ആയിട്ടാണ്. ചാനൽ എപ്പോഴും എന്തായിരിക്കും, ഈ ഒരു ഫിസിക്കൽ ചാനൽ എന്ന് പറയുന്നത് ഓൾവേസ് അനലോഗ് ആയിരിക്കും. ആ ഒരു പോയിന്റ് നിങ്ങൾ എപ്പോഴും ഓർത്തോ. നമ്മൾ ഡിജിറ്റൽ സിഗ്നൽസ് ഡീൽ ചെയ്തോട്ടെ, ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും our physical channel is always analog. Okay, അതായത് നമ്മൾ മോഡുലേറ്റ് ചെയ്യുമ്പോൾ that signal automatically that signal will become analog. So this physical channel will be analog. That is here between point 3 and 5 the channel will be analog. That is modulated signal is, അതായത് നമ്മൾ ഈ സീക്വൻസിനെ എന്ത് ചെയ്യും, then മോഡുലേറ്റ് ചെയ്യും. മോഡുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഫാർ അവേ ഉള്ള റിസീവർ പോയിന്റിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. Okay, so that channel is analog, physical channel. Also in that channel there can be some probability of error, that is due to some noise disturbances like that. Okay, so that is the physical channel or continuous channel. Okay, so നമുക്ക് ഇതുപോലെ പല രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാം ചാനലിനെ. സ്റ്റാർട്ടിംഗ് തൊട്ട് എൻഡ് വരെ പറയാം, അല്ലെങ്കിൽ അതിന്റെ ഇൻ ബിറ്റ്വീൻ ഉള്ള പോയിന്റ്സിന്റെ ഇടക്കും നമുക്ക് ചാനൽ കൺസിഡർ ചെയ്യാം. അപ്പൊ നമ്മളിത് സെപ്പറേറ്റ് ആയിട്ടാണ് പഠിക്കുന്നത്. കാരണം ഇത് തന്നെയാണ്, ബിക്കോസ് ഈ ഒരു ചാനൽ അനലോഗ് ആണ്. സോ നമ്മൾ ആ രീതിയിൽ വേണം അതിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ചാനൽ എന്ന് പറയുന്നത് ഡീൽ വിത്ത് ഡിസ്ക്രീറ്റ് ഡാറ്റയാണ്. സോ അതിന് ആ രീതിയിൽ വേണം ചെയ്യാൻ വേണ്ടി. ഈ മോഡ്യൂളിൽ കോഡിംഗ് ചാനൽ അല്ലെങ്കിൽ ആ ഡിസ്ക്രീറ്റ് ചാനലിനെയാണ് നമുക്ക് ഇപ്പൊ പഠിക്കാനുള്ളത്. നെക്സ്റ്റ് മോഡ്യൂളിലാണ് ഈ കണ്ടിന്യൂസ് ചാനലിന്റെ കേസ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്കത് അന്നേരം ഡീറ്റെയിൽ ആയിട്ട് അത് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ ഇത്രയും ഒന്ന് ഓർക്കുക: ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ചാനൽ, കോഡിംഗ് ചാനൽ ആൻഡ് കണ്ടിന്യൂസ് ഓർ മോഡുലേഷൻ ചാനൽ. As I already said, binary data is presented at the input of data communication channel, that is ഉള്ളതാണ് പറയുന്നത്, and it gives back binary data at its output. Okay, then coding channel accept the sequence of symbol at its input, അതായത് നമ്മുടെ കോഡഡ് സീക്വൻസ് ആക്സെപ്റ്റ് ചെയ്യും, then produce the sequence of symbol at its output, that is at the receiver side. Then continuous or modulation channel provide electrical connection between transmitter and receiver. That is, we can say input and output of this continuous or modulation channel are analog waveforms. Okay, ആ കണ്ടിന്യൂസ് ചാനലിനെ പറ്റി ഇപ്പൊ കൂടുതലായിട്ട് പറയുന്നില്ല, അത് നമുക്ക് നെക്സ്റ്റ് മോഡ്യൂളിൽ പഠിക്കാനുണ്ട്. ഓക്കെ, then നെക്സ്റ്റ് പോയിന്റ് ഇത് നേരത്തെ പറഞ്ഞാണ്, there will be various kind of disturbances in the channel due to amplitude and frequency response variation of channel, variation in channel characteristics, non-linearities, variations in additive and multiplicative noise, etc. Okay, so all these disturbances introduce error in the data transmission, and these errors limit the maximum rate at which data is transferred across the channel. Okay, noise and effect ഒന്നും നമ്മൾ കൂടുതലായിട്ട് നമുക്ക് ഇവിടെ ഫോക്കസ് ചെയ്യാനില്ല, ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് റിവൈൻഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, എനിവേ നമുക്ക് ചാനലിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, there will be different kinds of disturbances. ഈ ഡിസ്റ്റർബൻസസ് നമ്മൾ എന്താവും, അതിന്റെ റീസൺസ് ഒക്കെ നിങ്ങൾ മുന്നേ പലതും പഠിച്ചിട്ടുണ്ട്, ഇവിടെ നമുക്ക് അത് ഫോക്കസ് ചെയ്യാനില്ല.
സോ ഈ എറർ നോയ്സ് കൊണ്ട് നമുക്ക് എന്തുണ്ടാവും, ദർ വിൽ ബി എറർ ഇൻ ദ ഡാറ്റ. അതായത് നമ്മളൊരു ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും, അത് ആസ് ഇറ്റ് ഈസ് റിസീവ് ചെയ്യണമെന്നില്ല. ദർ മേ ബി സം എറേഴ്സ്. ഓക്കെ, so actually that disturbances, or we can say this errors in data transmission limit the maximum rate data is transferred across the channel. So നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ആ ഒരു പോയിന്റിലാണ് നെക്സ്റ്റ് വരുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് data transmission due to noise or effect of channel, we can say there may be some disturbances. Okay, so that will introduce some error in the data, or നമ്മുടെ കൊടുക്കുന്ന ഡാറ്റയിൽ എറേഴ്സ് ഉണ്ടാവും. സോ ആ എറേഴ്സിന്റെ പ്രോബിലിറ്റി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എറർ ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ സാക്രിഫൈസ് ചെയ്യേണ്ടി വരുന്നത് ഡാറ്റ ട്രാൻസ്മിഷൻ റേറ്റ് ആണ്. ഓക്കെ, നമുക്ക് ഡിസ്റ്റർബൻസ് ഇതുപോലെ കൂടുവാണെങ്കിൽ, എററിന്റെ പോസിബിലിറ്റി കൂടുവാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും, മാക്സിമം നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന ഡാറ്റ റേറ്റ് ഡിക്രീസ് ചെയ്യും. ഓക്കെ, സോ ആ കൺസെപ്റ്റിനെ റിഗാർഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് എന്തായാലും നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം, ഇപ്പൊ ടൈം ആയില്ല. ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണോ? ഞാൻ ചാനലിന്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ നമുക്ക് ആ ഡിസ്ക്രീറ്റ് ചാനൽ, അതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസും ടൈപ്സ് ഓഫ് ചാനൽസും ആണ് ഇനി ഈ മോഡ്യൂളിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ദെൻ കണ്ടിന്യൂസ് ചാനലിന്റെ കേസ് നെക്സ്റ്റ് മോഡ്യൂളിലാണ്. ഇത്രയും പറഞ്ഞത് ഓക്കെയാണ്? അപ്പൊ നമുക്കിനി ചാനലിന്റെ ഡീറ്റെയിൽസ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ആ ഹോംവർക്ക് തന്നതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഞാൻ പറഞ്ഞ ഓർക്കുന്നുണ്ടല്ലോ, ഇമ്പോർട്ടന്റ് ആണ് കോഡിങ്. ഹഫ്മാൻ കോഡിങ് അല്ലെങ്കിൽ ഷാനോൺ ഫാനോ കോഡിങ് എന്തായാലും എക്സാമിന് ചോദിക്കുന്നതാണ്. അതുകൊണ്ട് പിന്നെ ഇതിന്റെ